ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2017 LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. 2014 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? ഇത് 2017 എക്സാം ആണ്. അപ്പം 2016 എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് സർവീസസ്. അപ്പോൾ നമ്മൾ പഴയത് നോക്കുക. 2016 സർവീസസ് ആണ് നേടിയിരിക്കുന്നത്. 2017 വെസ്റ്റ് ബംഗാൾ, 2018 കേരള, 2019 വീണ്ടും സർവീസസ് ആണ് നടത്തിയിരിക്കുന്നത്. 2022 കേരള, 2023 കർണാടക, 2024 സർവീസസ്. അപ്പം നമുക്ക് 2016 സർവീസസ്, 2017 വെസ്റ്റ് ബംഗാൾ, 2018 കേരള, 2019 സർവീസസ്, 2022 കേരള, 2023 കർണാടക, 2024 സർവീസസ്. അപ്പൊ ഈ പ്രാവശ്യം നടക്കുന്നത് 77ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ്. അതിനകത്ത് 2023-24 77ാമതാണ് നടന്നത്. അതിനകത്ത് വിന്നർ എന്ന് പറയുന്ന സർവീസസ് ആണ്. ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ആയിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. 32 തവണയാണ് അവർ ചാമ്പ്യൻസ് ആയിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം? ഫെബ്രുവരി 28 14ാം കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭയിലെ സ്പീക്കർ, അതിപ്പോ 14 എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷ കാലഘട്ടത്തെയാണ്. അന്നത്തെ പി ശ്രീരാമകൃഷ്ണൻ ആയിരുന്നു 14ാം കേരള നിയമസഭ സ്പീക്കർ. ഇപ്പോൾ നമ്മുടെ ആരാണ്? 15ാമത്തെ എൻ ഷംസീർ ആണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ സ്പീക്കർ. ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ആർ ശങ്കരനാരായണൻ തമ്പി. 500ന്റെയും 1000ന്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചത് എപ്പോൾ? നമുക്കറിയാം 2016 നവംബർ 8. ഇത്രയും ഓർക്കുക. 2016 ഓർക്കുക. നവംബർ മാസമാണ്. 8 എന്ന് പറഞ്ഞ ഡേറ്റ് കിട്ടുക. ഈ 6ഉം കൂടി കൂട്ടിയാൽ 8ആയി. അപ്പൊ 500ന്റെയും 1000ന്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചത് എപ്പോഴാണ്? 2016 നവംബർ 8. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? തിരൂരാണ്. കേരളത്തിലെ ഭരണ പരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ ആര്? അത് VS അച്യുതാനന്ദനാണ്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ച ഏത് വർഷമാണ്? 2016. നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷങ്ങളും ഓരോ ഇയേഴ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ 2016 അവർ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇയേഴ്സ് ഓഫ് മില്ലറ്റ്സ് എന്ന് പറയും. അതായത് അന്താരാഷ്ട്ര പയർ വർഷം 2016 ആണ്. 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് C രാധാകൃഷ്ണനാണ്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് 1993 തൊട്ടാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്. അവസാനം ഇപ്പം 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 2023 കിട്ടിയിരിക്കുന്നത് SK വാസന്തൻ. അപ്പം 2016 കിട്ടിയത് C രാധാകൃഷ്ണൻ, 31ാമത്തത് SK വാസന്തൻ. 1993 ഈ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത്. ആർക്കായിരുന്നു? ശൂരനാട്. 1993 ശൂരനാട് കുഞ്ഞൻ പിള്ള. റിയോ ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? PV സിന്ധുവിനെ നമുക്കറിയാം ബാഡ്മിന്റൺ താരമാണ്. അപ്പം റിയോ ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ ആണ് PV സിന്ധുവിന് വെള്ളി മെഡൽ നേടിയത്. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? നമ്മൾ നമ്മുടെ NCERT ടെസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം നദികളെ കുറിച്ച് അറിയാം. അപ്പൊ എന്നാ ഹിമാലയൻ ഏരിയകളിൽ കൂടെ ഉത്ഭവിക്കുന്ന നദി ഏതാ? സിന്ധു ആണ്. പിന്നെ ഇന്ത്യയുടെ നോർത്തേൺ പോർഷനിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം? രാജസ്ഥാൻ നമുക്കറിയാം എന്താ? മരുഭൂമിയാണ്. മരുഭൂമിയിൽ കാണുന്ന മൃഗം ഏതാ? ഒട്ടകം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്?
പരുത്തി എന്ന് പറയുമ്പോൾ അറിയാം, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാ? കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. ഉഷ്ണം എപ്പോഴാണ്? നമുക്ക് എപ്പോഴും മാർച്ച് കഴിയുമ്പോഴാണ്. അപ്പൊ മാർച്ച് മുതൽ മെയ് വരെയാണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാ? ചിറാപുഞ്ചിയിലാണ്. അത് എവിടെയാണ്? മേഘാലയയിലാണ്. മേഘം ചിരിച്ചു അല്ലെ? ചിറാപുഞ്ചി മേഘാലയയിലാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം. ലക്ഷദ്വീപിലെ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളുണ്ട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. അപ്പൊ നമുക്ക് ആദ്യമേ മാപ്പ് അറിഞ്ഞിരിക്കണം. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അറിഞ്ഞിരിക്കണം. അത് വടക്കേ ഇന്ത്യ, നമ്മൾ തെക്കേ ഇന്ത്യക്കാരാണ്. അപ്പൊ വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരാണ്. 18 C ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ മെട്രോ എവിടെ ആദ്യമായിട്ട് സ്ഥാപിച്ചത്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത അല്ലെ? കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് മെട്രോ സ്ഥാപിച്ചത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാര്? വന്ദേ മാതരം എപ്പോഴാ? വന്ദേ മാതരം നമ്മൾ എപ്പോഴാ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ വന്ദേ മാതരം ഓർത്തത് അല്ലെ? ബക്രിയൻ ചന്ദ്ര ചാറ്റർജി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, നമ്മളിങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുള്ളപ്പോഴാണ് വന്ദേ മാതരം എന്ന് പറഞ്ഞ വാക്ക് ഓർത്തത്. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറയുന്നതാണ്. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ജനുവരി 26-നാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? നമുക്കറിയാം, ലോകസഭ രാജ്യസഭയുണ്ട്. അതിന് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അറിയാം, നമുക്കറിയാം, BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? സമത്വത്തിനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഏതാണ്? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. അത് മൗലിക അവകാശം അല്ല. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2005-ലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം ഏതാണ്? കുങ്കുമമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പൊ നമ്മൾ ആദ്യ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്രയാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇത് 2016-ലെ ആയതുകൊണ്ട് അന്നത്തെ ചെയർമാൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് HL ദത്തു ആണ്. ഇപ്പോൾ അരുൺ കുമാർ മിശ്രയാണ്. ആദ്യത്തെ രംഗനാഥ മിശ്രയായിരുന്നു ആദ്യത്തേത്. 1993 ഒക്ടോബർ 12-നാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപപ്പെട്ടത്. അത് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാനവാധികാർ ഭവനാണ്. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം എത്രയാണ്? 52 സെക്കൻഡ് ആണ് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സമരം. ഓർത്താൽ മതി. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ഏതാ? ചാമ്പങ്ങയ്ക്ക് വേണ്ടിയായിരുന്നു. ചമ്പാരൻ സമരം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, സുഭാഷ് ചന്ദ്രബോസിന്റെയാണ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി. നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? അരുണ ആസഫ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്? ആ ക്വസ്റ്റ്യൻ അന്ന് ക്യാൻസൽഡ് ആയിരുന്നു. 35 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏത് ആവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണത്തിനാണ്. ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണത്തിനാണ് ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വേർതിരിക്കണം എന്ന് ഭയങ്കര ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ രൂപം കൊണ്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1961-ൽ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിന്റെ കീഴിലായിരുന്നു?
പോർച്ചുഗലിന്റെ കീഴിലായിരുന്നു. ദേശീയ തലസ്ഥാന പ്രദേശം എന്ന് നമ്മുടെ ക്യാപിറ്റൽ ഏതാണ്? ഡൽഹി. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം ഏതാണ്? ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം.